ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ദൈവമഹത്വം ഇറങ്ങിയാൽ. കർത്താവായ യേശു ക്രിസ്തു പുറത്തു വരാതെ വണ്ണം ഉയർക്കാതിരിക്കുവാൻ മനുഷ്യർ തന്നാലാകും വിധം ഉരുട്ടിവച്ച കല്ലുകൾക്കോ മുദ്രകൾക്കോ കാവൽക്കൂട്ടങ്ങൾക്കോ ഒന്നും യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, മരിച്ച് അടക്കപ്പെട്ട വിഷയമായാലും ഒരിക്കലും പുറത്തു വരാതെ വണ്ണം മനുഷ്യർ അടച്ചാലും മുദ്ര വച്ചാലും മഹത്വം ഇറങ്ങിയാൽ ഉയർപ്പ് നടന്നിരിക്കും. നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു. ആരെന്നെ വിടുവിക്കും, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് ചുറ്റും പരിചയമായി നിൽക്കും എന്ന ഹൃദയവേദനയോടുകൂടെ ആയിരിക്കുന്ന താങ്കളോട് പറവാൻ ഒരു സന്ദേശമുണ്ട്. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കും. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അവൻ സഹായകനും പരിചയമാകുന്നു. കൂടാതെ അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയാകുന്നു. മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, മരിച്ചെന്ന് കരുതപ്പെടുന്ന വിഷയമായാലും, നാറ്റം വമിക്കുന്ന വിഷയമായാലും, സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും, മാനുഷികമായി ഇനി ഒരു സാധ്യതയുമില്ല എന്ന് കരുതുന്ന വിഷയത്തിനകത്ത് അത്ഭുതകരമായി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഒരുക്കുവാൻ, വിളിച്ചു വരുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? സാഹചര്യം നോക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. സാഹചര്യം നോക്കാതെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് യാത്ര ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ് രൂത്ത്. രൂത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ വിശ്വസിച്ച് മോവാബിൽ നിന്നിറങ്ങി. രൂത്തിനു വേണ്ടി ദൈവം അസാധ്യമായ ദയ വെളിപ്പെടുത്തി. കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ വിശ്വസ്തയോടുകൂടെ പെറുക്കി വന്ന രൂത്തിനു വേണ്ടി അവൾ പോലും അറിയാതെ കൊയ്ത്തുകാരെ കൊണ്ട് കറ്റ വലിച്ചിട്ട് കൊടുക്കുകയും, കറ്റ പറക്കുവാൻ പോയ രൂത്ത് വയലിൻ്റെ ഉടമസ്ഥയാക്കി ദൈവം മാറ്റിയെങ്കിൽ, രൂത്തിനെ പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചാൽ, ദൈവിക പദ്ധതിക്കനുസരിച്ച് യാത്ര ചെയ്താൽ ദൈവം നമ്മെ ശ്രേഷ്ഠമായി മാനിക്കും. രൂത്ത് ബോബസിൻ്റെ വയലിലേക്ക് ഇറങ്ങിയപ്പോൾ പൂർണ്ണ പ്രതിഫലം കൊടുത്ത് ശ്രേഷ്ഠമായ ദൈവിക കരുതലുകൾ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ബോബസിലൂടെ രൂത്തിനെ വീണ്ടെടുത്തതുപോലെ താങ്കൾക്ക് വേണ്ടിയും ദൈവം ചില വഴികൾ ഒരുക്കും. വിശ്വസിക്കുക. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് യാത്ര ചെയ്തവരെ ദൈവം പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. പൂർണ്ണ പ്രതിഫലം ദൈവം നിശ്ചയമായും നൽകും. സാഹചര്യം നോക്കാതെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ഭക്തനായ ഏലിയാവ് കേട്ട ദൈവശബ്ദത്തിന് വിപരീതമായി സാഹചര്യം മാറി. കണ്ണിന് മുൻപിൽ യാതൊരു മേഘവും കണ്ടില്ലെങ്കിലും, മഴയ്ക്കൊരു സാധ്യതയില്ലെങ്കിലും മടുത്തു പോകാതെ മുട്ടുമുടക്കി ഭക്തൻ പ്രാർത്ഥിച്ചു. ഏലിയാവിന് വേണ്ടി ഒരു കൈമേഘം ഉയർന്നതുപോലെ താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കണ്ണിൻ്റെ മുമ്പിൽ വലിയൊരു കൈമേഘം വെളിപ്പെടും. പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടും. ദൈവശബ്ദം കേട്ട് മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനു മേൽ ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ഉയർന്ന് അതിൻ്റെ മറുപടി താങ്കളുടെ കൺമുൻപിൽ വെളിപ്പെടുത്തി നൽകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് ബഥാനിയയിൽ ലാസറിൻ്റെ ഭവനത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കല്ല് മാറ്റിയാൽ നാറ്റം പുറപ്പെടുമെന്ന് സകലരും പറഞ്ഞ സ്ഥാനത്ത് കല്ല് മാറ്റിയപ്പോൾ നാറ്റമല്ല, ലാസർ അത്രേ പുറത്തു വന്നത്. ബഥാനിയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയെങ്കിൽ, മരിച്ചെന്ന് കരുതിയ വിഷയത്തിനുമേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ ജീവിതത്തിനകത്ത് നാറ്റം വച്ചു, എല്ലാം അവസാനിച്ചു, ഇനി താങ്കളുടെ കൂടെ ആരുമില്ല എന്ന് സകലരും വിളിച്ചു പറയുമ്പോൾ, താങ്കളുടെ വിഷയങ്ങൾ അറിഞ്ഞ് താങ്കളുടെ അരികിൽ താങ്കളെ തേടി വരുന്ന കർത്താവ് യേശു ക്രിസ്തുവുണ്ട്. നാറ്റം വച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന അനുഭവിക്കുവാൻ
താങ്കളുടെ ഭവനത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുവാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ താങ്കളുടെ വിഷയങ്ങൾ സകലതും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. താങ്കളുടെ കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. താങ്കളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. താങ്കൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുത വിഷയമായി മാറും. ഈ നാളുകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.